Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. സക്സസ്ഫുള്ളായി ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് ഓപ്ഷൻസിലൂടെ എങ്ങനെ എടുക്കാൻ പറ്റും, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നൊരു ട്രേഡാണ് നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും ഒരു റിവേഴ്സ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതോടൊപ്പം മാർക്കറ്റ് നല്ല ട്രെൻഡി മാർക്കറ്റാണ്, നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കാൻ നല്ലൊരു ട്രെൻഡി മാർക്കറ്റാണ്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് നല്ലൊരു, ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൺഡേ മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റുകളിലൊക്കെ ഓപ്ഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, ട്രെൻഡി മാർക്കറ്റിൽ നല്ല ഓപ്ഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഹ്യൂജ് പ്രോഫിറ്റ് നേടാൻ പറ്റുമെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ലൈവ് ട്രേഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ആവുന്നു, എങ്ങനെ ഒരു എൻട്രി എക്സിറ്റ് റിവേഴ്സ് പോയിന്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ലൈവിൽ നിങ്ങൾ കാണിച്ച് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, എന്നെ വിളിക്കുക. എൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഈ വീഡിയോയുടെ കൂടെ ലിങ്ക് താഴെ കൊടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഡീറ്റെയിൽസും. അപ്പം ടോട്ടൽ 8 സ്ട്രാറ്റജിയും 2 സ്കാനറും നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പോൾ വിൻട്രേയുടെ ഫസ്റ്റ് വേർഷൻ നമ്മൾ റിലീസ് ചെയ്ത് 2009 ഇപ്പോൾ എത്തി നിൽക്കുന്ന 8ാമത്തെ വേർഷൻ വരെ നമുക്ക് ടോട്ടൽ 8 സ്ട്രാറ്റജി നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് പോയിരുന്നത്, പുതിയ സിറ്റിൽ തന്നിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂവേഷൻ മാർക്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും പറഞ്ഞു തരാം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാർക്കറ്റ് നമുക്കിത് ഇവിടെ നിന്നാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റ് തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പം കഴിഞ്ഞ ദിവസം വന്ന സെല്ലിന് തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് മാർക്കറ്റ് സെല്ലിലേക്ക് തന്നെ പോവുകയായിരുന്നു. അപ്പോൾ അതുപോലത്തെ സാഹചര്യത്തിൽ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി നമുക്ക് ആക്ച്വലി സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഈ ബ്ലൂ കളർ സ്റ്റാറാണ് സപ്പോർട്ട്, റെഡ് കളറാണ് റെസിസ്റ്റൻസ്. അപ്പം ഗ്യാപ് ഡൗണിലൂടെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം സപ്പോർട്ട് ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ പുതിയ സിറ്റിൽ തരൂല, റീ എൻട്രി സജഷൻ എന്നുള്ള സ്ഥലത്ത് റീ എൻട്രി തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻസ് പിടിച്ചിട്ട് നമുക്ക് അവിടെ നിന്നൊരു എൻട്രി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ പോർഷൻ നമുക്ക് എടുക്കാം. അപ്പം എല്ലാ സിഗ്നൽസും കയറി, ഇപ്പോൾ ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ബെൽ സൗണ്ട് എഫക്റ്റ് ഇതുപോലെ സൗണ്ട് എഫക്റ്റോടുകൂടി ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും ഈ അലേർട്ട് ബോക്സിൽ. അപ്പോൾ സിഗ്നൽസ് വന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ അലേർട്ട് ബോക്സിൽ ഉണ്ടാവും. അതോടൊപ്പം എല്ലാ ഇപ്പോഴത്തെ സിഗ്നൽസിൻ്റെ എപ്പോഴാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സെല്ല് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂവേഷൻ മാർക്കറ്റാണ്, നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാം. അതല്ല ഇപ്പോൾ ഇന്നലത്തെ സെല്ല് കണ്ടിന്യൂവേഷൻ പോയി ഇന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആ സപ്പോർട്ടിൻ്റെ പോർഷനാണ്. അപ്പം സപ്പോർട്ടിൻ്റെ പോർഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ നിന്നൊരു എൻട്രി വരുന്നുണ്ട്. അപ്പം എല്ലാ സിഗ്നൽസും നമുക്ക് കൺഫേം അല്ല, സിഗ്നൽസ് കൺഫേം ആയിട്ട് എടുക്കുക. അപ്പോൾ സിഗ്നൽസ് കൺഫേം ആയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ആൻഡ് സെൽ സോൺ, ഇത് മൂന്നും നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ തലേ ദിവസം മാർക്കറ്റ് പിറ്റേ ദിവസം കണ്ടിന്യൂ ആയി പോകുമ്പോൾ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അതാണ് ആക്യുറസി ലെവൽ. ഓക്കെ, ആ സമയത്ത് സോഫ്റ്റ്വെയർ റീ എൻട്രി സജഷൻ വെയിറ്റ് എന്നുള്ളിടത്ത് റീ എൻട്രി തരും. അപ്പോൾ അവിടെ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സെല്ല് കണ്ടിന്യൂ ആയി പോയിട്ട് 19,991 ബ്രേക്ക് പോയി സപ്പോർട്ട്. അപ്പോൾ ഞങ്ങൾ 20,000, 20,100, 200 പുട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 20,200 പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ഓപ്ഷൻ്റെ ചാർട്ടാണിത്. അത് ബൈ 90ക്ക്, ഇപ്പോൾ ഇന്നലെ വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയതാണ്. 90ക്ക് ബൈ തന്നു, അതിൻ്റെ ടാർഗറ്റ്സും താഴെ കൊടുത്തിട്ടുണ്ട് 3. അപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 181 അവിടെ നിന്ന് നേരെ മാർക്കറ്റ് 257 വരെ കയറി, പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ എഗെയിൻ ബ്രേക്ക് ചെയ്തു. നമുക്ക് 241 ബ്രേക്ക് ചെയ്ത് ലാസ്റ്റ് പിന്നെയും മാർക്കറ്റ് കയറിയിട്ടുണ്ട്. 1 സൈഡ് മൊമെൻ്റ് ആയിരുന്നു, നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലത്തെ കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് റെഡ് കളർ കണ്ടിന്യൂവേഷൻ പോവുകയാണെങ്കിൽ അവിടെ സെൽ ട്രെൻഡ് തന്നെയാണ്, അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, അവിടെ ഒരു കട്ട് ചെയ്യേണ്ട പോർഷൻ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ സെൽസ് താഴെ നോക്കുകയാണെങ്കിൽ സെൽ സ്റ്റാർട്ടഡ് ആയിട്ട് ഇപ്പോഴും സെല്ല് കണ്ടിന്യൂവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളർ ചേഞ്ച് കാണുന്നത് വരെ നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കാം. എക്സ്ട്രാ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി സോഫ്റ്റ്വെയറിൽ ഈ റെഡ് കാണിച്ചിരിക്കുന്ന സെല്ലും ഗ്രീൻ ബൈയും അതോടൊപ്പം ഓറഞ്ച്, ബ്ലൂ, ഹോളോ ക്യാൻഡിൽസ് ഇതേപോലെ എക്സ്ട്രാ
എക്സ്ട്രാ കളേഴ്സ് നമുക്ക് സൈഡ് വേസ് ആണ് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ കളേഴ്സ് നമുക്ക് അവിടെ ഫോം ആയിട്ടുണ്ട്, മാർക്കറ്റ് ട്രെൻഡ് ഇല്ലാതെ നടക്കുകയാണെന്നാണ് നമുക്ക് അവിടെ മീനിങ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻറ്റും. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂവേഷൻ ആയിരുന്നു മാർക്കറ്റിൽ പോയിരുന്നത്. അപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡിൻ്റെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നല്ലൊരു പോർഷൻ നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് ചെയ്ത് നേടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്നലത്തെ തന്നെ സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പം ലാസ്റ്റ് ഒരു ബൈസിക്കിൾ തന്നിട്ടാണ് നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ബൈ തന്നു, പക്ഷേ അവിടെ എടുക്കാനുള്ള ഒരു പോർഷൻ തന്നിട്ടില്ല. കാരണം കൺഫർമേഷൻ ആയി വരുന്നതേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു പോർഷൻ എടുക്കരുത്, കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം പോർഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പറിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.